പെട്ടെന്ന് തന്നെ നമുക്കൊരു പരിപ്പ് റൈസ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് റൈസാണ്. നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാൻ. നമുക്ക് കുക്കറിൽ 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു. അതോടൊപ്പം തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടു, കാഷ്യൂനട്ട് ഇട്ടു. അതിനോടൊപ്പം തന്നെ ഉള്ളി ചെറുതായി നുറുക്കിയതിട്ടു, ഇഞ്ചിയും ഗാർലിക്കും പേസ്റ്റ്, മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ പുതിന ഇല ഇടാം. അതോടൊപ്പം കറിവേപ്പിലയും തക്കാളിയും ഇട്ടു നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ നന്നായിട്ടൊന്ന് വഴറ്റുക. അതോടൊപ്പം തന്നെ മുളക് പൊടി, ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത്. ഇത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ വരും. സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ആ എണ്ണയിലൊന്ന് വഴന്ന് നല്ല പച്ചമണം പോകണം. ഇത് ഞാൻ കഴുകി മുന്നേ വെച്ചിരുന്ന ദാലാണ്. ദാല് 1 കപ്പാണ് ഇട്ടത്. അതോടൊപ്പം തന്നെ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് റൈസാണോ ഉള്ളത് അതിടാം. അതിനുശേഷം 1 കപ്പ് റൈസിന് 3 കപ്പ് വാട്ടറാണ് ഞാൻ ഒഴിക്കുന്നത്. 3 കപ്പ് വാട്ടർ ഒഴിക്കുമ്പോഴേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വെച്ചു. അതോടൊപ്പം തന്നെ തുറന്നതിന് ശേഷം ഇച്ചിരി നെയ്യ് ഒഴിച്ചു.